പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹവീടിന്റെ ഡ്രസ് ബാങ്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കളർ മങ്ങിയതും വലിപ്പം കുറഞ്ഞതുമായ ഒരുപാട് പഴയ ഡ്രസ്സുകളുണ്ട്. ആദ്യകാലങ്ങളിൽ നാം ഓണത്തിനും പെരുന്നാളിനും മാത്രമേ പുതിയ ഡ്രസ്സുകൾ വാങ്ങാറുള്ളൂ. എന്നാൽ ഇന്നത്തെ കാലത്ത് ഓരോ ആഴ്ചയിലും ഓരോ ഫംഗ്ഷനും പല പല ഡ്രസ്സുകളാണ് നാം വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പഴയ ഡ്രസ്സുകളാണ് നമ്മുടെ അലമാരകളിൽ കൂടിക്കിടക്കുന്നത്. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ നിങ്ങളുടെ സമ്മതപ്രകാരം നിങ്ങളിൽ നിന്നും ശേഖരിച്ച് പാവങ്ങളിലേക്ക് എത്തിക്കലാണ് സ്നേഹവീടിന്റെ ഡ്രസ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. ഇതിനകം ഒരുപാട് ഡ്രസ്സുകളാണ് സ്നേഹവീട് കളക്ട് ചെയ്തത്. അങ്ങനെയുള്ള ഡ്രസ്സുകൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇന്നലെ സ്നേഹവീടിന്റെ ഡ്രസ് ബാങ്കിന്റെ വിതരണം നടന്നത് വയനാട് ജില്ലയിലെ പല ഗ്രാമങ്ങളിലാണ്. അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മുടെ ഈ പഴയ ഡ്രസ്സുകൾ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം, പുഞ്ചിരി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ എക്കാലത്തും സഹായങ്ങൾ എത്തിക്കണം. ഒരു പുഞ്ചിരി പോലും ദാനമാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ചാരിറ്റികൾ ചെയ്തുകൂടാ? എല്ലാവരും ഇതിലേക്ക് മുന്നിട്ടിറങ്ങണമെന്നും അതുപോലെ നിങ്ങളുടെ വീടുകളിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് പാവങ്ങൾക്ക് നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 9946556546. നിങ്ങളുടെ സഹായങ്ങൾ എക്കാലത്തും സ്നേഹവീടിന് ആവശ്യമാണ്. നമുക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ പാവങ്ങളെ സഹായിക്കാൻ ഒരു അമ്മ പറ്റ മക്കളെ പോലെ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ നമുക്ക് കൈകോർക്കാം. ഒരു നല്ല നാളെയും സ്വപ്നം കണ്ട് നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ. തൊട്ടിത്തോടാൻ തോന്നി കണ്ടപ്പം, തട്ടിത്തിന്നാൻ തോന്നി തൊട്ടപ്പം, പറയാമോ ഇതിനെന്ത് പേരെന്ന്? ഹായ് സമ്മാനം ഞാൻ നൽകാം, അടുത്തുവാ അരികെ വാ. തൊട്ടിത്തോടാൻ തോന്നി കണ്ടപ്പം, തട്ടിത്തിന്നാൻ തോന്നി തൊട്ടപ്പം, പറയാമോ ഇതിനെന്ത് പേരെന്ന്? ഹായ് സമ്മാനം ഞാൻ നൽകാം, അടുത്തുവാ അരികെ വാ. കടക്കഥക്കിളിമാനത്തെ കാണാ കൊമ്പത്താടുന്നേ, പുത്തൻ കഥയുടെ പൂഞ്ചിറകേറി പായുന്നേ.